അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ ഖുർആൻ വായിക്കുന്ന ഒരാൾക്ക് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ള ഒരുപാട് ചരിത്രങ്ങൾ എമ്പാടും കാണാൻ സാധിക്കുന്നതാണ്. മനുഷ്യരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായതും ശേഷക്കാർക്ക് ഒരുപാട് പാഠങ്ങൾ ബാക്കി വച്ചതുമായ ഒരുപാട് ചരിത്രങ്ങളാണവ. അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും പരലോകത്തെക്കുറിച്ചും അള്ളാഹുവിൻ്റെ സഹായത്തെക്കുറിച്ചുമുള്ള യഖീനും ദൃഢബോധ്യവും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് കൈവരിച്ച ആളുകൾക്ക് നൽകിയ വിജയത്തിൻ്റെ കഥകളാണവ. ഇപ്പുറത്ത് ഇസ്ലാമിനോടും മുസ്ലിമീങ്ങളോടും ശത്രുതയും വിദ്വേഷവും വെച്ചു പുലർത്തിയ ആളുകൾക്ക് അള്ളാഹു തആല നൽകിയിട്ടുള്ള പരാജയത്തിൻ്റെ ചരിത്രങ്ങളും കാണാൻ സാധിക്കും. ഈ ചരിത്രങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കുന്നവർക്ക്, ബുദ്ധിയുള്ള ആളുകൾക്ക് വലിയ പാഠമുണ്ടെന്ന് അല്ലാഹു തആല പറഞ്ഞത് കാണാം. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. തീർച്ചയായും ഖുർആനിലുള്ള ഈ കഥകളിലെല്ലാം തന്നെ, ചരിത്രങ്ങളിലെല്ലാം തന്നെ ബുദ്ധി ഉപയോഗിച്ച് ആലോചിച്ച് മനസ്സിലാക്കുന്ന ആളുകൾക്ക് വലിയ പാഠമുണ്ടെന്ന് അല്ലാഹു തആല പറയുകയാണ്. സഹോദരങ്ങളെ, ദുൽഹിജ്ജ മാസത്തിൽ ബലിപെരുന്നാൾ ദിനത്തിലൊക്കെ നമ്മൾ സ്മരിച്ചിട്ടുള്ളത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രമാണെങ്കിൽ, മുഹറം മാസത്തിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആ മാസം മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ധീരമായ ചരിത്രമാണ്. അതേ ഖുർആനിൽ ഏറ്റവും ദൈർഘ്യമുള്ള ചരിത്രവും മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം തന്നെയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ നബിമാരിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള 5 നബിമാരിൽ ഒരാളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഏറ്റവും കൂടുതൽ അനുയായികളും അവിടുത്തെ കാണുന്നുള്ളത് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനനം ഫിർഔനിന്റെ പൈശാചികവും മൃഗീയവുമായ ഭരണത്തിന്റെ നാളുകളിലാണ്. ആൺകുഞ്ഞുങ്ങളെ കൊല്ലുകയും പെൺകുട്ടികളെ മാത്രം ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്തിട്ടുള്ള കാലം. ആ സമയത്താണ് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉമ്മക്ക് ഒരാൺകുഞ്ഞ് ജനിക്കുന്നത്. ഒരു കുട്ടി ജനിച്ചിട്ട് പോലും അവർക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നില്ല, വലിയ പ്രയാസത്തിലാണ്. കാരണം ഫിർഔനിന്റെ ആളുകൾ എല്ലായിടങ്ങളിലും നിരീക്ഷണത്തിനായിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെ വീട് നൈൽ നദിയുടെ തീരത്തുമാണ് എന്ന് നമുക്ക് കാണാം. ആ നേരമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു ഇൽഹാം നൽകുന്നത്. അള്ളാഹു തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്, നീ ഭയപ്പെടുന്ന പക്ഷം ഈ കുട്ടിയെ ഒരു പെട്ടിയിലാക്കിക്കൊണ്ട് ഈ നൈലിന്റെ നദിയിലേക്ക് എറിഞ്ഞുകൊള്ളുക എന്ന് അള്ളാഹു തആല പറയാൻ. വഔഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർദിഇ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഞാൻ മൂസയുടെ ഉമ്മക്ക് ഇതാ ബോധനം നൽകിയിരിക്കുന്നു. അൻ അർദിഇ, ഈ കുട്ടിക്ക് നീ മുല നൽകുക. ഫഇദാ ഖിഫ്തി അലൈ, ഇനി നീ ഭയപ്പെടുന്ന പക്ഷം ഫഅൽഖീഹി ഫിൽ യമ്മി, നീ ഈ നദിയിലേക്ക് കുട്ടിയെ വലിച്ചെറിഞ്ഞേക്കുക. വലാ തഖാഫി വലാ തഹ്സനി, നദിയിലേക്ക് പിഞ്ചോമന കുഞ്ഞിനെ വലിച്ചെറിയുന്ന സമയത്ത് നിനക്കൊരു ദുഃഖമോ വ്യസനമോ ഉണ്ടാകേണ്ടതില്ല. ഇന്ന റാദ്ദൂഹു ഇലൈക്, തീർച്ചയായും ഈ കുട്ടിയെ നിന്റെ അടുക്കലേക്ക് തന്നെ ഞാൻ മടക്കി നൽകുന്നതാണ്. വജാഇലൂഹു മിനൽ മുർസലീൻ, അള്ളാഹുവിന്റെ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ ഈ കുട്ടിയെ മാറ്റുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഉമ്മയെ ആശ്വസിപ്പിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വാഗ്ദാനത്തിൽ ആ ഉമ്മ വിശ്വസിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു കാര്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കുകയും സധൈര്യം മുന്നോട്ട് പോവുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത് ഈ ഉമ്മയുടെ പ്രവൃത്തിയിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. ആ ഉമ്മ ആ കുട്ടിയെ ഒരു പെട്ടിയിലാക്കിക്കൊണ്ട് ഭദ്രമാക്കിക്കൊണ്ട് നദിയിലേക്ക് വലിച്ചെറിയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, പിന്നീട് നടക്കുന്ന സംഭവം, ആ പെട്ടി അത് ഒലിച്ചു പോയിക്കൊണ്ട് ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ വാതിൽക്കൽ തന്നെ എത്തുകയാണ്. ഫിർഔനിന്റെ ആളുകൾക്ക് തന്നെ ആ പെട്ടി ലഭിക്കുകയാണ്. പെട്ടിയിലുള്ള കുട്ടിയെ അവർ ആ അത്ഭുതത്തോടു കൂടി കാണുകയാണ്. ഫിർഔനിന്റെ ഭാര്യ ആസിയ, അവർ ആ കുട്ടിയെ കാണുന്ന പക്ഷം തന്നെ അവർക്ക് എന്തെന്നില്ലാത്ത സ്നേഹം ആ കുട്ടിയോട് തോന്നുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെറിയ കുട്ടിയെ അങ്ങേയറ്റം സ്നേഹമുണ്ടാക്കി കൊടുത്തിരിക്കുന്നു ആ ഉമ്മക്ക്. എന്നാൽ ഫിർഔനിന്റെ അടുക്കലേക്ക് ഈ വിഷയം എത്തുകയാണ്. ഒരു ആൺകുട്ടി തന്റെ കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ടെന്ന് അറിയുകയാണ്. കൊല്ലാൻ തന്നെയാണ് തീരുമാനം. എന്നാൽ നോക്കൂ, ആ ആസിയ ഫിർഔനിനോട് പറഞ്ഞ വാചകങ്ങൾ. വഖാലത്ത് ഇംറഅതു ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യ പറഞ്ഞു, ഖുർറത്തു ഐനിൻ ലീ വലക്, ഈ കുട്ടി എനിക്കും താങ്കൾക്കും ഒരു കൺകുളിർമയാണ്. ലാ തഖ്തുലൂഹ്, അതിനെ കൊല്ലണ്ട. അസാ യൻഫഅനാ ഔ നത്തഖിദഹു വലദാ, ഈ കുട്ടി നമുക്ക് ഭാവിയിൽ ഉപകരിച്ചേക്കാം, അല്ലെങ്കിൽ നമുക്കൊരു കുട്ടിയായിട്ട് ഇതിനെ എടുക്കാമല്ലോ. വഹും ലാ യശ്അറൂൻ, അല്ലാഹു തആല പറയാൻ, ശേഷം നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് അറിയില്ല. ഫിർഔൻ തന്റെ ഭാര്യയുടെ വാക്ക് കേട്ട്, ആസിയയുടെ വാക്ക് കേട്ട് ആ കുട്ടി അവിടെ ജീവിക്കാൻ അനുവദിക്കുകയാണ്, അതിനെ കൊന്നില്ല എന്ന് കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, ഇപ്പുറത്ത് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഉമ്മ ആ കുട്ടി പോയതിന്റെ വേദനയിൽ കഴിയുകയാണ്. കുട്ടിക്ക് എന്തു സംഭവിച്ചു എന്നുള്ളവർക്ക് യാതൊരു വിവരവുമില്ല. ആ നദിയിൽ അങ്ങ് മുങ്ങിപ്പോയിരിക്കുമോ,
അതല്ലെങ്കിൽ മറ്റാരുടെ കയ്യിലെങ്കിൽ എത്തിയിരിക്കുമോ? അവർക്കതിന്റെ വിവരം കിട്ടുന്നില്ല. അവർ വളരെ പ്രയാസത്തിലാണ്. അതുകൊണ്ട് തന്നെ മൂസയുടെ സഹോദരിയോട് ഉമ്മ പറയുകയാണ്, ദൂരെ നിന്നുകൊണ്ടും ആരും അറിയാത്ത നിലക്ക് ഈ കുട്ടിയുടെ വിവരം വല്ലതും ഉണ്ടോ എന്നുള്ളത് ഞാൻ അന്വേഷിക്കണം. ഒരു കുട്ടിയെ കുറിച്ച് അന്വേഷിക്കുകയാണെങ്കിൽ ഫിർഔനിന്റെ ഭാഗത്തെത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ കൊല്ലുക തന്നെ ചെയ്യുമല്ലോ. അങ്ങനെ അവർ വളരെ ദൂരെ നിന്നുകൊണ്ടു ഈ കാര്യം അന്വേഷിച്ചു. അവർക്ക് വിവരം കിട്ടിയിട്ടുണ്ട് ഈ കൊട്ടാരത്തിൽ കുട്ടി എത്തിയിട്ടുണ്ടെന്നുള്ളത്. എന്നാൽ നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തം, ഈ കുട്ടി ഒരാളുടെ മുലയും കുടിക്കുന്നില്ല, ഒരാളുടെ മുലയും ഈ കുട്ടി കുടിക്കുന്നില്ല. അങ്ങനെ ഇവർ അന്വേഷിക്കാൻ തുടങ്ങി, ഈ കുട്ടിക്ക് ആരാണ് മുല കൊടുക്കാനുള്ളത് എന്നുള്ളത്. തന്ത്രത്തിൽ മൂസയുടെ സഹോദരി പറഞ്ഞു, ഇവിടെ ഒരു സ്ത്രീയുണ്ട്, അവരെ നമുക്ക് സമീപിച്ചേക്കാം എന്ന് പറഞ്ഞ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഉമ്മയുടെ അടുക്കലേക്ക് തന്നെ നോക്കൂ സഹോദരങ്ങളെ മൂസയും കൊണ്ട് ആ ആളുകൾ എത്തുകയാണ്. അള്ളാഹു തആല അത് പറയുന്നുണ്ട്, ഫറദദ്ന ഇലാ ഉമ്മിഹി, ആ അദ്ദേഹത്തിന്റെ ഉമ്മയുടെ അടുക്കലേക്ക് തന്നെ കുട്ടി എത്തിക്കുകയാണ്. കൈ തഖറ ഐനുഹ, അവൾ പ്രയാസപ്പെട്ടിരിക്കുകയാണ്, അവൾക്ക് കൺകുളിർമയേകാൻ, വല തഹ്സന, അവൾ വിഷമിക്കാതിരിക്കാൻ, വലിതഅലമ അന്ന വഅദല്ലാഹി ഹഖ്, അതുപോലെ അവൾ അറിയേണ്ടതുണ്ട് അള്ളാഹുവിന്റെ വാഗ്ദാനം സത്യമാണ്. കാരണം അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയെ നിനക്ക് തരുമെന്നുള്ളത്. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സത്യം പുലരുമെന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വലാകിൻ അക്സറഹും ലാ യഅലമൂൻ, അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങൾ പുലരുമെന്നുള്ള കാര്യത്തിൽ പലർക്കും അറിയില്ല എന്നുള്ളതാണ്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു തആലയുടെ വാഗ്ദാനം അവിടെ പുലരുകയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഉമ്മയുടെ മുല തന്നെയാണ് കുടിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ താമസമാകട്ടെ ഫിർഔനിന്റെ കൊട്ടാരത്തിലും. അങ്ങനെ അവിടുന്ന് അദ്ദേഹം വളരുകയാണ്. അദ്ദേഹം വളർന്നു വലുതായ ഒരു സമയത്ത് ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു മനുഷ്യനെ കൊലപ്പെടുത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. അദ്ദേഹം വേണമെന്ന് വെച്ചിട്ടല്ല, ഒരബദ്ധത്തിൽ ഒരു മനുഷ്യനെ കൊല്ലുകയുണ്ടായി. തിരിച്ച് അദ്ദേഹം കൊല്ലപ്പെടുമെന്ന ഭയത്താൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഭയന്നുകൊണ്ട് മദീനയിലേക്ക് പുറപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഒരുപാട് വർഷങ്ങൾ അദ്ദേഹം മദീനയിലാണ് താമസിക്കുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഈജിപ്തിലേക്ക് തന്നെ, തന്റെ ജന്മനാട്ടിലേക്ക് തന്നെ മടങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ വഴിയിൽ വെച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തോട് നേരിട്ട് സംസാരിച്ചത്. അതേ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അല്ലാഹു തആല അവിടുന്ന് സംസാരിക്കുന്നു, നബിയായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. തന്റെ നുബൂവത്ത്, താൻ അള്ളാഹുവിന്റെ നബിയാണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഒരുപാട് മുഅ്ജിസത്തുകൾ, അമാനുഷികമായ കഴിവുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുകയുമുണ്ടായി. ഒപ്പം സഹചാരിയായിക്കൊണ്ട് ഈ ദീനി പ്രബോധനത്തിന് വേണ്ടി സഹോദരനായ ഹാറൂൻ അലൈഹി സ്വലാത്തു വസ്സലാമയെയും അള്ളാഹു സുബ്ഹാനഹു വ തആല നബിയായി തിരഞ്ഞെടുത്തുകൊണ്ട് ഒരുമിച്ച് അയക്കുന്നത് കാണാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, ഇവർ ഈജിപ്തിലേക്ക് എത്തുകയാണ്. ഇവിടെ അങ്ങേയറ്റം സുഖലോലുപതയിലും അഹങ്കാരത്തിലും ജീവിച്ചിരുന്ന, ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായ ഫിർഔനാണുള്ളത്. ഇസ്ലാമിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ അയാൾ തയ്യാറായില്ല. മൂസയുടെ കയ്യിലുള്ളത് ഈ അമാനുഷിക കഴിവുകൾ, മുഅ്ജിസത്തുകളെല്ലാം തന്നെ കേവലം സിഹറുകളാണ്, മാരണങ്ങളാണെന്ന് അയാൾ പ്രഖ്യാപിക്കുകയുണ്ടായി. ആളുകളോട് കിംവദന്തി പരത്തുകയുണ്ടായി. അങ്ങനെ അയാൾ പ്രഖ്യാപിച്ചു, മൂസയുടെ കയ്യിലുള്ളതെല്ലാം സിഹറാണെന്ന്, മാരണമാണെന്ന് ആളുകളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി, മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, അതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അയാളുടെ കൂടെയുള്ള മുഴുവൻ സാഹിർമാരെയും മാരണക്കാരെയും വിളിച്ചുകൂട്ടി വലിയൊരു സദസ്സൊരുക്കി. ഇവിടെ നിങ്ങൾക്ക് കാണാം, മൂസയെ പരാജയപ്പെടുത്താമെന്ന് അയാൾ വീമ്പ് പറഞ്ഞു. അങ്ങനെ വലിയ സദസ്സ് അവിടെ ഒരുങ്ങുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, നിങ്ങൾ പലപ്പോഴും കേട്ട ചരിത്രമാണ്. ഈ ആളുകളെല്ലാം തന്നെ അവരുടെ കയ്യിലുള്ള മാരണങ്ങൾ ഉപയോഗിച്ച് പാമ്പാക്കി മാറ്റുകയാണ്, പലതിനെയും പാമ്പാക്കി മാറ്റുകയാണ്. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അള്ളാഹുവിന്റെ വഹീനാൽ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആടിനെ മേക്കാനും മറ്റുമൊക്കെ ഉപയോഗിച്ചിരുന്ന ആ വടി, സാധാരണമായ ഒരു വടി, അത് നിലത്തേക്ക് ഇടുകയാണ്. അത് പാമ്പായി മാറുകയും ഈ പറയുന്ന മനുഷ്യരുടെ, ഈ പറയുന്ന മറ്റു മാരണക്കാരുടെ എല്ലാ പാമ്പിനെയും വിഴുങ്ങുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായപ്പോൾ അല്ലാഹു തആല പറയാണ്, അവിടെ സത്യം സ്ഥിരപ്പെടുകയാണ്. അവർ ചെയ്തിരുന്ന ബാത്തിലുകളെല്ലാം, മാരണങ്ങളെല്ലാം അവിടെ പരാജയപ്പെടുകയാണ്. ഫഗുലിബു ഹുനാലിക്, അവരവിടെ പരാജയപ്പെട്ടു. വൻഖലബു സാഗരീൻ, അവർ നിന്ദ്യരായിക്കൊണ്ട്, നിസ്സാരരായിക്കൊണ്ട് അവിടെ തീരുകയുണ്ടായി. ആളുകൾക്ക് ബോധ്യപ്പെട്ടു. വഉൽഖിയ സഹറതു സാജിദീൻ, അവർ അല്ലാഹുവിന് സുജൂദ് ചെയ്തുകൊണ്ട് ഈ സാഹിറുമാരെല്ലാം ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഖാലു ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുന്നു. റബ്ബി മൂസ വ ഹാറൂൻ, മൂസയുടെയും ഹാറൂനിന്റെയും റബ്ബിൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ സാഹിറുകളെല്ലാം തന്നെ, മാരണക്കാരെല്ലാം തന്നെ ഇതൊരു സിഹറല്ല, ഇത് അല്ലാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഫിർഔൻ പിന്നീട് ഭീഷണികൾക്കൊരുങ്ങുകയാണ്. ഫിർഔൻ ഒരുപാട് ഭീഷണികൾ നടത്തി. ഈ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ തിരിച്ചു മടങ്ങിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ കാലുകളും കൈകളും എതിർ ദിശയിൽ വെട്ടുന്നതായിരിക്കും, ശേഷം നിങ്ങളെ ക്രൂശിക്കുന്നതായിരിക്കും. അങ്ങനെ കടുത്ത ഭീഷണികൾ അവരോട് മുഴക്കുകയാണ്.
പക്ഷേ ഈമാൻ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഒരു ഭീഷണികൾക്കും ദുന്യവിയായ ഒരു ഭീഷണികൾക്കും ഒരാളും അത് ചെവിക്കൊള്ളുകയില്ല എന്നുള്ള പാഠം അവർ പറഞ്ഞു കൊടുക്കുകയാണ്. ഖാലു ഇന്നാ ഇലാ റബ്ബിനാ മുൻഖലിബൂൻ. അവർ പറഞ്ഞു, ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ്. പരലോക വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് അള്ളാഹുലുള്ള വിശ്വാസമുണ്ട്, അള്ളാഹുലേക്ക് മടങ്ങേണ്ടവരാണ്. നിങ്ങൾ എന്ത് തന്നെ ഇവിടെ ചെയ്തോളൂ, ഞങ്ങൾക്കൊരു വിഷയമല്ല. വമാ തൻഖിമു മിന്നാ ഇല്ലാ അൻ ആമന്നാ ബിആയാതി റബ്ബിനാ ലമ്മാ ജാഅത്നാ. നീ ഞങ്ങൾക്ക് നേരെ ചുമത്തുന്ന കുറ്റപത്രം എന്താണ്? നമുക്ക് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തിയപ്പോൾ അതിൽ ഞങ്ങൾ വിശ്വസിച്ചു എന്നുള്ളതല്ലാതെ ഞങ്ങൾ ഒരു കുറ്റവും അവിടെ ചെയ്തിട്ടില്ല എന്ന് ആ സാഹിറുകളായി ഉണ്ടായിരുന്ന പിന്നീട് വിശ്വസിച്ച ആളുകൾ പറഞ്ഞു. റബ്ബന അഫ്രിഖ് അലൈനാ സബ്റൻ വതവഫനാ മുസ്ലിമീൻ. അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, അള്ളാഹുവേ ഏത് പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കാനുമുള്ള സബ്ർ നീ ഞങ്ങൾക്ക് തരണമേ. വതവഫനാ മുസ്ലിമീൻ, മരിക്കുമ്പോൾ മുസ്ലിമീങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഒരാൾക്ക് വിശ്വാസം അചഞ്ചലമായി ഉണ്ടായാൽ, യഖീൻ ഉണ്ടായാൽ, എത്ര വലിയ പരീക്ഷണങ്ങൾ വന്നാലും ഇസ്ലാമിന്റെ ഒന്നും തന്നെ അവൻ ഉപേക്ഷിക്കാൻ തയ്യാറാവുകയില്ല എന്നതിന്റെ ചരിത്രമാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. നോക്കൂ സഹോദരങ്ങളെ, പിന്നീട് ഫിർഔൻ അവിടെ പ്രഖ്യാപിക്കുകയാണ്, മൂസയെയും കൂടെയുള്ള ആളുകളെയുമെല്ലാം വധിച്ചു കളയണം, ഉന്മൂലനം ചെയ്യണമെന്ന് പ്രഖ്യാപിക്കുന്ന സംഭവം നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരും അവിടുന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നു. അവരങ്ങനെ ചെങ്കടലിന്റെ ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ഈ വിവരം ഫിർഔൻ അറിയുകയുണ്ടായി. അവന്റെ സൈന്യങ്ങളെയും കൂട്ടി ഇവരെ ഇവിടെ ചെങ്കടലിന്റെ അവിടെ വെച്ച് തന്നെ ഇല്ലാതാക്കണമെന്ന് തീരുമാനിച്ചുകൊണ്ട് അവിടേക്ക് പുറപ്പെടുകയും ചെയ്തു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടെ ഉണ്ടായിരുന്ന ആളുകളും ചെങ്കടലിന്റെ മുമ്പിലേക്ക് എത്തുകയാണ്. അവർക്കറിയുമായിരുന്നില്ല ഫിർഔൻ പിന്നാലെ ഉണ്ടെന്ന്. അവിടെ വെച്ചുകൊണ്ട് ഫിർഔനും അവന്റെ കൂടെയുള്ള ആളുകളും എല്ലാം തന്നെ ഈ പറയുന്ന മുഴുവൻ ആളുകളെയും വിശ്വാസികൾ മുഴുവൻ ഉന്മൂലനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ പിന്നാലെ കൂടുന്ന രംഗമാണ് സഹോദരങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോക്കൂ സഹോദരങ്ങളെ, എന്നിട്ടിതാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലമ്മാ തറാ അൽ ജംആൻ ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. ഈ രണ്ട് സംഘവും ഈ ചെങ്കടലിന്റെ ആ ഭാഗത്തെത്തിയപ്പോൾ അവർ പരസ്പരം കണ്ടുമുട്ടുകയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഭയമുണ്ടായി. അവർ പറഞ്ഞു, ഖാല അസ്ഹാബു മൂസ ഇന്നാ ലമുദ്റകൂൻ. ഇതാ വലിയ സമുദ്രമാണ് മുന്നിലുള്ളത്, നമ്മളിപ്പോൾ പിടികൂടപ്പെടുക തന്നെ ചെയ്യും. മുന്നിൽ സമുദ്രമാണ്, പിന്നീട് നമ്മെ കൊല്ലാൻ തക്കം കാത്തിരിക്കുന്ന ശത്രുക്കളുമാണ്, കൊലയാളി സംഘവുമാണുള്ളത് എന്ന രൂപത്തിൽ സഹോദരങ്ങളെ അവർ പറയുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. നോക്കൂ സഹോദരങ്ങളെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും കൂട്ടരും ചെങ്കടലിനെ അഭിമുഖീകരിച്ചിരിക്കുകയാണ്. മുന്നിൽ ഇനി കടലല്ലാതെ മറ്റു മാർഗങ്ങളില്ല. രക്ഷപ്പെടാൻ മറ്റു മാർഗങ്ങൾ അവർക്ക് മുന്നോട്ട് കാണാൻ സാധിക്കുന്നില്ല. തിരിച്ചു പോകാനും വയ്യ. ഫിർഔനിന്റെയും ശത്രുക്കളും അവരുടെ പിന്നാലെ തന്നെയുണ്ട്. ഈ സമയത്ത് എല്ലാവരും പേടിച്ചു കൊണ്ടിരിക്കുകയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, കല്ലാ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ. നിങ്ങൾ പേടിക്കേണ്ടതില്ല. ഇന്ന മഇയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക്, ഹിദായത്തിലേക്ക്, ഏറ്റവും വിജയത്തിന്റെ മാർഗത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ നയിക്കുന്നതാണ് എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്. മുസ്ലിമീങ്ങളെ, എന്റെ സഹോദരങ്ങളെ, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും നാം തളരാതെ പ്രഖ്യാപിക്കേണ്ട വാക്കുകളാണിത്. മുന്നോട്ടേക്ക് ഇനി വഴിയില്ല. മുസ്ലിമീങ്ങൾ ആളുകൾ പരാജയപ്പെടുത്തി കളയും. ഇനി ജീവിക്കാൻ സാധിക്കുകയില്ല. ഈ നാട്ടിൽ അങ്ങേയറ്റം പ്രശ്നങ്ങളും പ്രതിസന്ധികളും കൂടുകയാണ് എന്ന് തോന്നുന്ന സമയത്ത് ഈ വാക്കുകൾ നമ്മൾ ഉറച്ചു പറയുക. ഇന്ന മഇയ റബ്ബി, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, എല്ലാത്തിനും വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല കാണിക്കുക തന്നെ ചെയ്യും. വമൻ യതവക്കൽ അലല്ലാഹ് ഫഹുവ ഹസ്ബുഹു. ആരല്ലാഹുവിൽ തവക്കുൽ ചെയ്യുന്നുവോ അല്ലാഹു അവന് മതിയായതാണ്. അലൈസ അല്ലാഹു ബികാഫിൻ അബ്ദഹ്, അടിമക്ക് അല്ലാഹു മതിയായതല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. നോക്കൂ സഹോദരങ്ങളെ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും കൂട്ടരും അവിടെ ചെങ്കടലിന്റെ അടുക്കലേക്ക് എത്തുകയാണ്. എന്തു ചെയ്യണമെന്ന് അറിയില്ല. അല്ലാഹുവിന്റെ വഹി അറിയില്ല. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്ന ചരിത്രം നമുക്കറിയാം, പക്ഷെ അവർ ഇത് അറിയുന്നില്ല. അവർ ഭയപ്പാടിൽ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ വഹി ഇറങ്ങുന്നു. ഫൗഹൈനാ ഇലാ മൂസ, മൂസക്കിതാ ഞാൻ വഹി നൽകി, അനദ്രി ബിഅസാകൽ ഹജർ, കയ്യിലുള്ള വടി കൊണ്ട് കടലിൽ അടിക്കുക. ഫൻഫലക, കടൽ പിളർന്നുപോയി. ഫകാന കുല്ലു ഫിർഖിൻ കത്തൗദിൽ അലീം, വലിയ പർവ്വത സമാനമായ പാളികളായി ആ കടൽ മാറുകയുണ്ടായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. പിന്നീട് നോക്കൂ സഹോദരങ്ങളെ, ആളുകൾക്ക് വളരെ കൃത്യമായി നടക്കാൻ സാധിക്കുന്ന ഉണങ്ങിയ പ്രതലമായി ആ കടലിന്റെ വഴി മാറുകയാണ്.
കടൽ രണ്ട് ഭാഗങ്ങളിലേക്ക്, വലിയ സമുദ്രങ്ങൾ ഭാഗങ്ങളിലേക്ക് മാറുകയാണ്. വലിയ പർവ്വത സമാനമായി ഉയർന്നു നിൽക്കുകയാണ്. നടുവിലാകട്ടെ നനവില്ല, ഉണങ്ങിയ പ്രതലമാണുള്ളത്. അവർ ആ വഴിയിലൂടെ അപ്പുറത്തെ കരയിലേക്ക് സഞ്ചരിച്ച് നീങ്ങുകയാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമും കൂട്ടരും അപ്പുറത്തെ കരയിലെത്തുന്നു. എന്നാൽ പിറകെ ഫിർഔനും ആ വഴിയിലേക്ക് തന്നെ വരികയാണ്. ഇവിടെ നോക്കൂ സഹോദരങ്ങളെ, ഫിർഔൻ ആ കടലിൽ പിളർന്ന വഴിയിലേക്ക് അവനും സഞ്ചരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ പോലും ഇത്ര വലിയ ദൃഷ്ടാന്തം മുന്നിൽ കണ്ടിട്ട് പോലും കടലിനെ പിളർത്തിക്കൊണ്ട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അപ്പുറത്ത് കിടക്കുന്ന സമയത്ത് പോലും ഫിർഔനിന് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. എങ്ങനെയാണ് ഈ ഒരു വടി കൊണ്ട് കടലിലടിച്ചപ്പോൾ കടലിങ്ങനെ പിളർന്നത്? എങ്ങനെയാണ് കടലിന് നടുവിൽ ഇങ്ങനെ ഒരു ഉണങ്ങിയ വഴി രൂപപ്പെട്ടത്? അവൻ ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയാണ് കാഫിറുകൾ, അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിൽ നിന്നും അകന്നുപോയ ആളുകൾ. എത്ര വലിയ ദൃഷ്ടാന്തങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുത്താലും അവർക്ക് സത്യം ചിലപ്പോൾ ഗ്രഹിക്കാൻ സാധിക്കണമെന്നില്ല. കാരണം അവരുടെ അഹങ്കാരവും അവരുടെ ക്രൂരതയും അത്രമാത്രം അവരുടെ മനസ്സിൽ നിറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം നേരിൽ കണ്ടാലും അത് ഉൾക്കൊള്ളാനോ ഗ്രഹിക്കാനോ അവർക്ക് സാധിക്കുന്നില്ല. അത് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. ബുദ്ധിക്ക് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത കാര്യം അവർക്കുണ്ടായാൽ പോലും അവരത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. നോക്കൂ, ഫിർഔൻ അവനും ഈ വഴിയിലൂടെ തന്നെ സഞ്ചരിക്കുകയാണ്. സഹോദരങ്ങളെ, പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഏതൊരു നദിയാണോ അതെന്റെ അധീനതയിലാണുള്ളത്, ഏതൊരു നദിയാണോ എന്റെ അധീനതയിലാണുള്ളത് എന്ന് ഫിർഔൻ പ്രഖ്യാപിച്ച ആ നദിയിൽ തന്നെ അവൻ മരിക്കുകയാണ്. ഈ നദിയെല്ലാം എന്റെ കീഴിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് അവൻ ഗർവോടുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ നദിയിലൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അവസാനവും സഹോദരങ്ങളെ ഉണ്ടാക്കുകയാണ്. അവനെ അല്ലാഹു തആല തീർത്തിരിക്കുകയാണ്. നോക്കൂ, ഇത് സംഭവിക്കുന്നത് ഒരു മുഹറം 10 ദിവസത്തിലാണ്. മുഹറം മാസം 10ാമത്തെ ദിവസത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടെയുള്ളവരും ആ ദിവസത്തിൽ ഫിർഔനിനെ അല്ലാഹു തആല പരാജയപ്പെടുത്തിയത് കാരണത്താൽ നന്ദി സൂചകമായി നോമ്പ് അനുഷ്ഠിച്ചു പോന്നിരുന്നു. അഥവാ മുഹറം 10 നോമ്പ് അത് നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ളതാണ്. ആയിരക്കണക്ക് വർഷങ്ങൾക്ക് പഴക്കമുള്ള നോമ്പാണ്. ആ നോമ്പ് അവർ എടുത്തു പോന്നിരുന്നു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പലായനം ചെയ്ത് എത്തിയപ്പോൾ അവിടെയുള്ള യഹൂദർ അഥവാ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അത്ബാഅകൾ അവരായിരുന്നു. പിന്നീടാണ് അവർ വഴിപഴച്ചു പോയിട്ടുള്ളത്. അവർ മുഹറം 10 നോമ്പ് അനുഷ്ഠിക്കുന്നത് കണ്ടു. ഇമാം ബുഖാരി മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, മാ ഹാദാ, എന്താണ് നിങ്ങൾ ഈ ദിവസം നോമ്പെടുക്കുന്നത്? അവർ പറഞ്ഞു, ഖാലു ഹാദാ യൗമുൻ സാലിഹ്, ഇത് നല്ലൊരു ദിവസമാണ്. നജ്ജല്ലാഹു ഫീഹി മൂസ വ ഖൗമഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസയെയും ഖൗമിനെയും കൂടെയുള്ളവരെയും രക്ഷിച്ച ദിവസമാണത്. ഫസാമഹു മൂസ ശുക്രൻ ലില്ലാഹ്, അങ്ങനെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന് ശുക്രെന്നോണം ആ ദിവസത്തിൽ നോമ്പനുഷ്ഠിച്ചു എന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് അവർ ആ ദിവസം നോമ്പെടുക്കുന്നതെന്ന് യഹൂദർ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന അഹഖു ബിമൂസ മിൻകും, ഞാനാണ് നിങ്ങളെക്കാൾ മൂസയോട് ഏറ്റവും അടുത്തിട്ടുള്ളത്. കാരണം യഹൂദർ പിന്നീട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഏകത്വത്തിന്റെ തൗഹീദിന്റെ മാർഗത്തിലായിരുന്നില്ല. അവർ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. ശേഷം വരാനുള്ള അമ്പിയാക്കളിൽ അവർ വിശ്വസിച്ചിരുന്നില്ല. അവർ ബഹുദൂരം വഴിപഴച്ചു പോയിട്ടുണ്ട്. അന അഹഖു ബിമൂസ മിൻകും, ഞാനാണ് നിങ്ങളെക്കാൾ മൂസയോട് അടുത്തവൻ. ഫസാമഹു, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുക്കുകയും വഅമറ ബിസിയാമിഹി, സ്വഹാബികളോട് ആ ദിവസത്തിൽ നോമ്പെടുക്കാൻ കൽപ്പിക്കുകയും ചെയ്തു എന്ന് കാണാൻ സാധിക്കും. അല്ല, ആ ദിവസത്തിന്റെ നോമ്പിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. സിയാമു യൗമി ആശൂറാ, ആശൂറാ ദിവസത്തിലെ നോമ്പ് അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലദീ ഖബ്ലഹു, കഴിഞ്ഞുപോയ പാപങ്ങളെല്ലാം തന്നെ, ഒരു വർഷത്തെ പാപങ്ങളെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരാൻ മതിയായതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള സാലിഹായ അമലുകൾ ചെയ്യുന്ന സമയത്ത് പുറത്തു തരുമെന്ന് പറയുന്ന പാപങ്ങളെല്ലാം തന്നെ ചെറുപാപങ്ങളാണെന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. കാരണം വൻ പാപങ്ങൾ അത് തൗബ ചെയ്താൽ മാത്രമാണ് അല്ലാഹു തആല പുറത്തു തരിക. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻ, നിങ്ങളോട് വിലക്കപ്പെട്ടിട്ടുള്ള വൻ പാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ നുകഫിറു അൻകും സയ്യാത്തിക്കും, നിങ്ങളുടെ ചെറുപാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു തരും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സഹാബികളോട് പറഞ്ഞു, ലഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസുമന്ന താസിഅ, അടുത്ത വർഷം കൂടി ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 9 അന്നും കൂടി ഞാൻ നോമ്പനുഷ്ഠിക്കുമെന്നാണ്. ചില റിവായത്തുകളിൽ അതിന്റെ കാരണമായി പറഞ്ഞത് യഹൂദരോട് എതിരാകുക എന്നതുകൂടിയാണ് എന്ന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഹറം 9 10 നോമ്പനുഷ്ഠിക്കുക എന്നുള്ളത് വളരെ പ്രതിഫലാർഹമായ കാര്യമാണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, മുഹറം മാസങ്ങളിലുള്ള മുഴുവൻ നോമ്പുകളും സുന്നത്ത് നോമ്പുകൾ വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. അഫ്ളലു സിയാമി ബഅദ റമളാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, ഈ റമളാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് അള്ളാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, മുഹറം മാസത്തിൽ സാധിക്കുന്ന എത്ര സുന്നത്ത് നോമ്പുകൾ ഒരാൾക്ക് എടുക്കാവുന്നതാണ്.
എന്നാൽ പ്രത്യേകമായ ശ്രേഷ്ഠതയുള്ളത് മുഹറം 10 നോമ്പിനാണ്. സാധിക്കുന്നവർ 9 കൂടി എടുക്കണം. അത് വളരെയധികം ശ്രേഷ്ഠതയുള്ള നോമ്പാണ്. സഹോദരങ്ങളെ, ഈ വർഷം നമുക്ക് മുഹറം 9 അത് ഞായറാഴ്ച ദിവസവും മുഹറം 10 അത് തിങ്കളാഴ്ച ദിവസവുമാണെന്ന് മനസ്സിലാക്കുക. നമുക്കറിയാമല്ലോ, നമുക്ക് ഉണ്ടായിരുന്ന ദുൽഹിജ്ജ അത് നമുക്ക് 30 ദിവസങ്ങൾ പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മാസം കാണുകയും ശനിയാഴ്ച ദിവസം മുഹറം 1 സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 9 അത് ഞായറാഴ്ച ദിവസവും 10 തിങ്കളാഴ്ച ദിവസവുമാണ് ഒരാൾക്ക് നോമ്പനുഷ്ഠിക്കാവുന്നതാണ്. എന്നാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, മാസം സ്ഥിരീകരിക്കപ്പെടുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്കാലുകൾ ഉണ്ടാവുകയാണെങ്കിൽ, സംശയം ഉണ്ടാകുകയാണെങ്കിൽ ഒരാൾക്ക് 3 ദിവസവും തുടർച്ചയായി എടുക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ഒരാൾ ശനിയാഴ്ച ദിവസവും എടുക്കുന്നു, ഞായറാഴ്ച ദിവസവും എടുക്കുന്നു, തിങ്കളാഴ്ച ദിവസവും എടുക്കുന്നു, യാതൊരു കുഴപ്പവും അതുള്ള കാര്യമല്ല. ഒരാൾക്ക് ഈ മാസത്തിൽ സുന്നത്ത് നോമ്പുകൾ ധാരാളം വർദ്ധിപ്പിക്കുക എന്നുള്ളത് അഭികാമ്യമായ കാര്യം തന്നെയാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ കിതാബിലുള്ള മഹത്തരമായ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം അതിനനുസരിച്ച് ക്രമീകരിക്കാൻ അള്ളാഹു തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. اللهم اغفر لنا ذنوبنا كلها دقها وجلها سرها وعلانيتها صغيرها وكبيرها يا أرحم الراحمين. اللهم طهر قلوبنا واغفر ذنوبنا وحسن فروجنا يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم، وصلى الله على نبينا محمد وعلى آله وصحبه وسلم.